നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ട് ആധാർ കാർഡുകളുണ്ടാകും. ഈ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അവസാന അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഈ ജൂൺ മാസം 14-ാം തീയതി ഒരു സേവനം സർക്കാർ നിർത്തലാക്കുകയാണ് ആധാറുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇനി ആധാർ പുതുക്കാത്തവർ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നഷ്ടമാകുന്നതിന് ഇത് കാരണമാകും. അതോടൊപ്പം തന്നെ നമ്മളുടെ മക്കൾ, അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അത് സ്കൂൾ തലങ്ങളിൽ അല്ലെങ്കിൽ കോളേജ് തലങ്ങളിൽ പഠിക്കുന്നവർ വരെ ആയിക്കോട്ടെ, ആധാർ അപ്ഡേഷൻ ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ്. അതുമാത്രമല്ല, ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ആരൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന വീഡിയോയിലൂടെ പറയുകയാണ്. അപ്പോൾ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിലവിൽ നാളുകളായിട്ട് തീയതികൾ നീട്ടി നൽകുകയായിരുന്നു ആധാർ പുതുക്കലിന് വേണ്ടി. നമ്മളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ വഴിയുള്ള പുതുക്കൽ, മൈ ആധാർ എന്ന് പറയുന്ന സേവനം പ്രയോജനപ്പെടുത്തിയുള്ള പുതുക്കലാണ് ഈ ജൂൺ മാസം 14-ാം തീയതിയോടെ അവസാനിക്കുന്നത്. അതായത് നമ്മളുടെ ആധാർ കാർഡുകൾ എടുത്തിട്ട് 10 വർഷമായിട്ട് മറ്റ് അപ്ഡേഷനുകളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്ത് നമ്മളുടെ ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഈ ഒരു പുതുക്കലാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ഇനി ഈ രീതിയിൽ പുതുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് പുതുക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. അതിന് അവസാന തീയതിയില്ല. അങ്ങനെയുള്ളവർക്ക് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഓഫ്ലൈൻ മാർഗം സ്വീകരിച്ച് പുതുക്കാവുന്നതുമാണ്. എന്നാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ആധാർ അപ്ഡേഷൻ ചെയ്യാത്തത് മൂലമൊക്കെ നിരവധി ആളുകൾക്ക് ഇപ്പോൾ സേവനങ്ങൾ തടസ്സപ്പെടുന്നുണ്ട്. സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള വേരിഫിക്കേഷൻ ആധാർ അധിഷ്ഠിതമാണ്. അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് OTP അയക്കും. ഈ OTP കൃത്യസമയത്ത് ലഭിക്കാതെ വരുന്നത് ഗുണഭോക്താവിന് ഒരുപാട് തിരിച്ചടി നൽകുന്നുണ്ട്. അപേക്ഷ വെക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിനും അതോടൊപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ഫോൺ നമ്പർ, അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ പുതിയ നമ്പർ ചേർക്കുന്നതിന് ശ്രദ്ധിക്കണം. ഈ നമ്പർ ചേർക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടണം, എങ്കിൽ ഈ അപ്ഡേഷൻ സാധ്യമാവുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്. നിലവിൽ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. ഇത് സൗജന്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാം. ഇനി 5-ാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും, ഇനി 15-ാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും 2 വർഷ സാവകാശം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട്. അതായത് പരമാവധി 7 വയസ്സ് വരെയും, ഇനി 15 വയസ്സ് കഴിഞ്ഞവർക്ക് പരമാവധി 17 വയസ്സ് വരെയും. ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കണം, എങ്കിൽ സൗജന്യമായിട്ട് പൂർത്തിയാക്കാം. അതല്ല എങ്കിൽ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യുന്നതിന് 100 രൂപയോളം ഫീസ് നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളുടെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വെക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അത് മാത്രമല്ല, അവരുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ആയിരിക്കില്ല ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ഫോട്ടോ അപ്ഡേഷൻ കൂടി ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക്, മൊബൈൽ നമ്പർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മേൽവിലാസം കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, പേരിലെ കറക്ഷൻ, ഇനി അതല്ല നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഓഫ്ലൈൻ മാർഗം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നും അപ്ഡേഷൻ ചെയ്തെടുത്താൽ മതി. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ജൂൺ മാസം 14-ാം തീയതി വരെയുള്ള ഈ സൗജന്യ പുതുക്കൽ, വീട്ടിലിരുന്നു കൊണ്ടുള്ള ഓൺലൈൻ പുതുക്കലിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനിയും പുതുക്കാനുള്ളവർ എത്രയും വേഗം പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.